ഏകദേശം 3 മാസം മുൻപാണ് ഇയാഷിന്റെ പൊക്കിളിൽ നേരിയ രീതിയിൽ നീരൊഴുക്കും വെള്ളം വരുന്നതുമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നത്. തുടർന്ന് മാതാപിതാക്കൾ കുട്ടിയെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. കുട്ടിയെ പരിശോധിച്ച ഡോക്ടർമാർ ഇതൊരു ചെറിയ പ്രശ്നമാണെന്നും ഭാവിയിൽ ഇവിടെ വലിയ രീതിയിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാൻ ലളിതമായ ഒരു സർജറി ചെയ്യുന്നതാണ് നല്ലതെന്നും നിർദ്ദേശിച്ചു. എന്നാൽ സർക്കാർ ആശുപത്രിയിലെ പതിവ് മെല്ലെപ്പോക്ക് നയമാണ് ഇവിടെയും ആവർത്തിച്ചത്. കുട്ടിയുടെ ശസ്ത്രക്രിയയ്ക്കായി മാസങ്ങൾ നീണ്ട കാത്തിരിപ്പ് തീയതിയാണ് ആശുപത്രി അധികൃതർ നൽകിയത്. നാളുകൾ കടന്നുപോയതോടെ കുട്ടിയുടെ ശാരീരിക അസ്വസ്ഥതകളും വേദനയും വർദ്ധിച്ചു കൊണ്ടിരുന്നു. ഇതോടെ മാതാപിതാക്കൾ വീണ്ടും ആശുപത്രിയെ സമീപിക്കുകയും കുട്ടിയുടെ ബുദ്ധിമുട്ടുകൾ വിവരിച്ച് ശസ്ത്രക്രിയ വേഗത്തിലാക്കി തരണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു. വേദന കണ്ടു പുളയുന്ന 9 വയസ്സുകാരന്റെ അവസ്ഥ കണ്ടിട്ടും കനിവു കാട്ടാത്ത സമീപനമാണ് ആശുപത്രിയിലെ ബന്ധപ്പെട്ട ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. പണം നൽകിയാൽ മാത്രമേ ശസ്ത്രക്രിയ വേഗത്തിൽ നടത്താൻ സാധിക്കൂ എന്ന നിലപാടാണ് ഡോക്ടർ സ്വീകരിച്ചത്. അനസ്തേഷ്യ നൽകാനുള്ള തുക എന്ന വ്യാജേന 2000 രൂപ ഡോക്ടർ കൈക്കൂലിയായി ആവശ്യപ്പെടുകയായിരുന്നു. പണം നൽകാതെ കുഞ്ഞിന്റെ സർജറി നടക്കില്ലെന്ന് മനസ്സിലാക്കിയ പിതാവ് അഷ്റഫ് സഖാഫി കഴിഞ്ഞ ആഴ്ച ഡോക്ടറുടെ പക്കലെത്തി ആവശ്യപ്പെട്ട 2000 രൂപ കൈമാറി. പണം കയ്യിൽ കിട്ടിയതിന് തൊട്ടു പിന്നാലെയാണ് ഡോക്ടർ ശസ്ത്രക്രിയയ്ക്കുള്ള കൃത്യമായ തീയതി കുറിച്ചു നൽകിയതെന്ന് കുടുംബം വ്യക്തമാക്കുന്നു. കൈക്കൂലിയും മറ്റു നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ഇന്നലെയാണ് ഇയാഷിനെ ശസ്ത്രക്രിയയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കുഞ്ഞിന് പൂർണ്ണമായ അനസ്തേഷ്യ നൽകേണ്ടതില്ലെന്നും ചെറിയ രീതിയിലുള്ള അനസ്തേഷ്യ മാത്രം നൽകിക്കൊണ്ട് ലളിതമായി സർജറി പൂർത്തിയാക്കാമെന്നതുമായിരുന്നു ഡോക്ടർ ആദ്യം മാതാപിതാക്കളെ അറിയിച്ചിരുന്നത്. ഇന്ന് രാവിലെ 8 മണിയോടെ ശസ്ത്രക്രിയ തിയേറ്ററിലേക്ക് മാറ്റി ഡോക്ടർ അനിൽ ചന്ദന്റെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയായെന്നും കുട്ടി നിലവിൽ നിരീക്ഷണത്തിലാണെന്നും ആദ്യഘട്ടത്തിൽ ആശുപത്രി അധികൃതർ ബന്ധുക്കളെ അറിയിച്ചു. എന്നാൽ മിനിറ്റുകൾക്കകം കാര്യങ്ങൾ പൂർണ്ണമായി കൈവിട്ടു പോവുകയായിരുന്നു. റിക്കവറി റൂമിൽ വെച്ച് കുട്ടിക്ക് പെട്ടെന്ന് കടുത്ത ശ്വാസതടസ്സം അനുഭവപ്പെടാൻ തുടങ്ങി. കുട്ടിയുടെ പൾസ് നിരക്ക് അതിവേഗം താഴേക്ക് പതിച്ചു. ഡോക്ടർമാർ അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾക്ക് ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഒടുവിൽ രാവിലെ 11:30ഓടെ 9 വയസ്സുകാരന്റെ ഹൃദയമിടിപ്പ് പൂർണ്ണമായി നിലച്ചതായും മരണം സംഭവിച്ചതായും സ്ഥിരീകരിക്കുകയായിരുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ ഇനി ഒരിക്കലും തിരികെ വരില്ലെന്ന വാർത്ത വിശ്വസിക്കാൻ കഴിയാതെ തളർന്ന് വീണിരിക്കുകയാണ് ഈ കുടുംബം. പിതാവ് അഷ്റഫ് സഖാഫിയുടെ വാക്കുകൾ ആശുപത്രി പരിസരത്തുണ്ടായിരുന്ന ഓരോരുത്തരുടെയും കണ്ണ് നനയ്ക്കുന്നതായിരുന്നു. നേരെ കളിച്ചും പഠിച്ചും കൊണ്ടിരുന്ന എന്റെ മോനെ ഞാൻ തന്നെ കൊണ്ടുപോയി കൊന്നുകളഞ്ഞതുപോലെയായി ഇപ്പോൾ. അവർ ചോദിച്ച പണം ഞാൻ കൈക്കൂലിയായി നൽകിയതാണ്. എന്നിട്ടും എന്റെ മകന് ശരിയായ രീതിയിലുള്ള പരിചരണവും ചികിത്സയും നൽകാൻ അവർ തയ്യാറായില്ല. അവരുടെ അനാസ്ഥ മാത്രമാണ് എന്റെ മകന്റെ ജീവൻ എടുത്തത്. ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിച്ച ഇയാഷിന്റെ വിയോഗത്തിൽ ഉമ്മ ബുഷ്റയും സഹോദരികളായ ഇഷാമയും ഇസ്മത്തും തീരാ ദുഃഖത്തിലാണ്. സംഭവത്തിന് പിന്നാലെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ സംഘർഷാവസ്ഥ ഉടലെടുത്തു. പണം വാങ്ങി സർജറി തീയതി കുറിച്ചു നൽകിയിട്ടും ചികിത്സയുടെ കാര്യത്തിൽ ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ അനാസ്ഥയാണ് പിഞ്ചു കുഞ്ഞിന്റെ ജീവനെടുത്തതെന്നാണ് കുടുംബവും നാട്ടുകാരും ഉറച്ചു വിശ്വസിക്കുന്നത്. ചികിത്സാ പിഴവ് വരുത്തുകയും കൈക്കൂലി വാങ്ങുകയും ചെയ്ത ഡോക്ടർ സുനിൽ ചന്ദനെതിരെയും ബന്ധപ്പെട്ട മറ്റു ജീവനക്കാർക്കെതിരെയും കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത്. സംഭവത്തിൽ അടിയന്തരമായ വകുപ്പ് തല അന്വേഷണവും പോലീസ് അന്വേഷണവും പ്രഖ്യാപിക്കണമെന്നും കുറ്റക്കാരായ മെഡിക്കൽ ഉദ്യോഗസ്ഥരെ ഉടൻ തന്നെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. നിസാരമായ ഒരു രോഗലക്ഷണവുമായി ആശുപത്രിയിലെത്തി ഒടുവിൽ ജീവനറ്റ ശരീരവുമായി മടങ്ങേണ്ടി വന്ന ഒരു കുടുംബത്തിന്റെ കണ്ണീർ കേരള മനസാക്ഷിയെ ഉലയ്ക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്.